നമസ്കാരം. NTP ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തികച്ചും യാദൃശ്ചികമായി ഇന്നലെ ഞാനൊരു വാർത്ത ശ്രദ്ധിക്കുകയുണ്ടായി. 24 ന്യൂസിൻ്റെ എക്സ്ക്ലൂസീവ് എന്നുള്ള നിലയ്ക്ക് പുറത്തു വന്ന വാർത്ത ഇതായിരുന്നു. NCP എന്ന ദേശീയ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ ശ്രീ AK ശശീന്ദ്രനും ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് എസും ലയിച്ച് പുതിയൊരു പാർട്ടി രൂപവൽക്കരിക്കുന്നതിലെ പ്രാരംഭ നടപടി ആരംഭിച്ചു എന്നുള്ളതായിരുന്നു ആ വാർത്ത. ഈ വാർത്ത കേട്ടപ്പോൾ യഥാർത്ഥത്തിൽ നമുക്കൊന്നും അസ്വാഭാവികത തോന്നേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് പിളർന്ന് പുറത്തുപോയവർ പല രാഷ്ട്രീയ പാർട്ടികളിലും ലയിക്കുക എന്നുള്ളത് നമ്മുടെ നാട്ടിലൊക്കെ നടന്നു വരുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഇതിലെ ഏറ്റവും വലിയ കൗതുകം എന്ന് പറയുന്നത് യുവാക്കളെ ആകർഷിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ലക്ഷ്യം എന്ന ശശീന്ദ്രൻ്റെ വാക്കുകൾ കേട്ടതുകൊണ്ടാണ്. ഇതിലെ യഥാർത്ഥ വസ്തുത എന്ന് പറയുന്നത് ഏതു തരത്തിലാണ് യുവാക്കളെ ആകർഷിക്കാൻ ലക്ഷ്യമിടുന്നത് എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഒരു ചോദ്യം എൻ്റെയൊക്കെ മനസ്സിൽ ഉയർന്നു വരുന്നുണ്ട്. ഇത്ര കാലത്തെ നീണ്ട രാഷ്ട്രീയ ജീവിതത്തിനിടയ്ക്ക് എത്ര യുവാക്കളെ കൈപിടിച്ചുയർത്തി നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഇത്രയും കാലം രാഷ്ട്രീയ ജീവിതം നടത്തിയ ഒരു നേതാവ് ഒരുപാട് യുവാക്കളെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കേണ്ടതായിരുന്നില്ലേ? അത് ശ്രീ AK ശശീന്ദ്രൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉണ്ടായിരുന്നോ എന്നുള്ളതിലും എനിക്ക് സംശയമുണ്ട്. എടുത്തു കാണിക്കാൻ എത്ര പേര് പറയാൻ ശ്രീ AK ശശീന്ദ്രന് സാധിക്കും? എന്നിട്ട് ഈ 80 വയസ്സ് കഴിയേണ്ടി വന്നു യുവാക്കളാണ് രാഷ്ട്രീയത്തിൻ്റെ അവിഭാജ്യ ഘടകം എന്ന് മനസ്സിലാക്കാൻ? യുവാക്കളെ രാഷ്ട്രീയത്തിലേക്ക് ആകർഷിക്കണം എന്ന തിരിച്ചറിവുണ്ടാകാൻ ഇത്രയേറെ പ്രായത്തിൻ്റെ അനുഭവം വേണ്ടി വന്നു ശ്രീ AK ശശീന്ദ്രൻ എന്ന നേതാവിന്? എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു തിരിച്ചറിവ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരുപക്ഷെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കും എന്ന് കരുതി യുവാക്കൾ എത്തിപ്പെടും എന്നുള്ള അബദ്ധധാരണ ശ്രീ AK ശശീന്ദ്രനുണ്ടോ എന്നും എനിക്കറിയില്ല. കാരണം ഇത് കേൾക്കുന്ന യുവാക്കൾ ഉണ്ടെങ്കിൽ അവർ ഒരു കാര്യം മനസ്സിലാക്കുക: യുവാക്കളെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കും എന്നാണ് ശ്രീ AK ശശീന്ദ്രൻ പറഞ്ഞത്. അവരെ അംഗീകരിക്കും എന്ന് ഒരിടത്തു പോലും പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യവും നിങ്ങൾ ഓർക്കുക. ഏതെങ്കിലും സ്ഥാനത്തേക്ക് ഏതെങ്കിലും സമയത്ത് അംഗീകരിക്കേണ്ടി വരുമ്പോൾ നിങ്ങൾ അംഗീകരിക്കപ്പെടില്ല എന്നുള്ളത് സത്യമായ വസ്തുത തന്നെയാണ്. അംഗീകരിക്കാൻ മനസ്സുള്ള ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു ശ്രീ AK ശശീന്ദ്രനെങ്കിൽ ഒരുപക്ഷെ നമ്മളൊക്കെ വാർത്തകളിൽ നിറഞ്ഞു കണ്ടിട്ടുള്ള കേരള നിയമസഭ ഇലക്ഷൻ പ്രഖ്യാപനത്തിനു ശേഷം നടന്നിട്ടുള്ള തർക്കങ്ങളും പ്രതിബന്ധങ്ങളുമൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. അപ്പോഴൊക്കെ ഒരു യുവാവിൻ്റെ പേര് പോലും സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ സ്വയം ശ്രീ AK ശശീന്ദ്രൻ തന്നെ ചോദിക്കേണ്ടതായിരുന്നില്ലേ, എത്ര യുവാക്കളെ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് ഉൾക്കൊള്ളിക്കാൻ ശ്രീ AK ശശീന്ദ്രൻ ശ്രമിച്ചു എന്നുള്ളതിനെക്കുറിച്ച്? കാരണം ഇങ്ങനെയൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചു എന്ന് അറിയുമ്പോൾ ചില കാര്യങ്ങൾ പരാമർശിക്കാതെ പോകുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ തീർച്ചയായും കേരള നിയമസഭ ഇലക്ഷൻ പ്രഖ്യാപനവും
അതിനുശേഷം കേരളത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങളും ശ്രീ AK ശശീന്ദ്രനുമായി ബന്ധപ്പെട്ട് എലത്തൂർ നിയോജക മണ്ഡലത്തിൽ നടന്നിട്ടുള്ള പ്രശ്നങ്ങളുമൊക്കെ പറയാതെ പോകുന്നത് ശരിയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ആ വാർത്തകളിലൂടെയൊക്കെ ഒരു ഓട്ടപ്രദക്ഷിണം നടത്തി നമുക്ക് തിരിച്ചു വരാം. ഒരു നടപടിക്രമമാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സ്ഥാനാർത്ഥിയായി മത്സരിക്കേണ്ട സാഹചര്യം ഉണ്ടായത്. NCPയിൽ പ്രശ്നങ്ങളില്ല, അഭിപ്രായങ്ങളുണ്ടായിരുന്നു. എലത്തൂർ LDFനെ മാത്രം ജയിച്ച് ശീലിപ്പിച്ചിട്ടുള്ള ഒരു മണ്ഡലമാണ്. അവിടുത്തെ ചുവന്ന മണ്ണിൽ പുരോഗമന രാഷ്ട്രീയത്തിൻ്റെയും മതേതര മൂല്യങ്ങളുടെയും വിത്തുകളാണ് വിതച്ചിട്ടുള്ളത്. അത് ഈ തെരഞ്ഞെടുപ്പിൽ മുളച്ച് പൊങ്ങി കതിരായി നെല്ലായി അരിയായി ജനങ്ങളുടെ മുന്നിലെത്തും. മറ്റ് മണ്ഡലങ്ങളിലെ ഇതിനു മുമ്പുള്ള കാര്യങ്ങൾ എല്ലാം പരിശോധിക്കണം. പ്രായം ഒരു തടസ്സമാണ് എന്ന് രാഷ്ട്രീയത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ല. ബന്ധപ്പെട്ട കാര്യങ്ങൾ പരാജയത്തിന് കാരണമായിട്ടുണ്ട് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. അത് പരസ്പരം മനസ്സിലാക്കി മേലാൽ പാർട്ടിയെ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചത്. അതിനനുസരിച്ച് കാര്യം. പിന്നെ പാർട്ടി വേറെ AK ശശീന്ദ്രൻ വേറെ പാർട്ടി ഉണ്ടാക്കാൻ പോകുന്നെന്ന് ഒരു പരാമർശം ഉണ്ടായി, മാധ്യമങ്ങളിൽ വന്ന കാര്യം. അത് വിശദമായി ചർച്ച ചെയ്തു. അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ ഇല്ലെന്ന് ഇത്തരത്തിൽ പല ഘട്ടങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പാർട്ടിയിൽ നിന്ന് എന്തെങ്കിലും NCPയിൽ പിളർപ്പുണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് കാരണം NCP നീതിയുടെ പ്രഖ്യാപിത നയത്തിൽ നിന്ന് തെറ്റുമ്പോൾ നയപരമായ കാര്യങ്ങളുടെ പേരിലല്ലാതെ സംഘടനാപരമായ കാര്യങ്ങളുടെ പേരിലോ വ്യക്തിനിഷ്ഠിതമായ കാരണങ്ങളുടെ പേരിലോ പാർട്ടി വളർത്താൻ AK ശശീന്ദ്രനോ മുക്കം മുഹമ്മദോ ഇല്ല. കേരളത്തിൽ നിയമസഭാ ഇലക്ഷൻ പ്രഖ്യാപനം വന്നതിനു ശേഷം ഏറ്റവും കൂടുതൽ തർക്കം നടന്ന മണ്ഡലം എന്ന് പറയുന്നത് എലത്തൂർ നിയോജക മണ്ഡലം തന്നെയായിരുന്നു. എലത്തൂർ നിയോജക മണ്ഡലം എന്നുള്ളത് എല്ലാ കാലത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തിന്റെ ഉരുക്കുകോട്ട തന്നെയായിരുന്നു. ആ എലത്തൂർ മണ്ഡലം LDFന് നഷ്ടപ്പെട്ടു പോയി എങ്കിൽ അതിന് ഏറ്റവും വലിയ ഉത്തരവാദി ശ്രീ AK ശശീന്ദ്രൻ തന്നെയായിരുന്നു എന്നുള്ളത് നമുക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ വസ്തുതയായിരുന്നു. ഇലക്ഷൻ പ്രഖ്യാപനത്തിനു ശേഷം പോലും തർക്കങ്ങൾ ഉടലെടുക്കുന്ന സമയത്തു പോലും NCPക്കകത്തു തന്നെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി തർക്കങ്ങൾ നടക്കുമ്പോൾ ഒരിക്കൽ പോലും ശ്രീ AK ശശീന്ദ്രൻ പറഞ്ഞിരുന്നു, എനിക്ക് സ്ഥാനാർത്ഥിയാകാൻ താല്പര്യമില്ല, എന്നെ നിങ്ങൾ പരിഗണിക്കരുത് എന്ന ഒരു വാക്ക് പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് ശ്രീ AK ശശീന്ദ്രനെ ജനങ്ങൾ അംഗീകരിക്കുമായിരുന്നു. അധികാര സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് കേന്ദ്ര നേതൃത്വത്തോട് പറഞ്ഞിരുന്നുവെങ്കിൽ ശ്രീ AK ശശീന്ദ്രനെ സ്ഥാനാർത്ഥിയായി നിശ്ചയിക്കാൻ കേന്ദ്ര നേതൃത്വം ശ്രമിക്കുമായിരുന്നു. സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞതിനു ശേഷം ശ്രീ AK ശശീന്ദ്രൻ പറഞ്ഞ വസ്തുതകൾ നമ്മൾ കേട്ടതല്ലേ. കേന്ദ്രം ആവശ്യപ്പെട്ടാൽ NCP എന്ന പ്രസ്ഥാനത്തിന്റെ കേന്ദ്ര നേതൃത്വത്തിന് ഞാനാണ് സ്ഥാനാർത്ഥിയാകേണ്ടത് എന്ന് എന്നോട് ആവശ്യപ്പെട്ടാൽ ഞാൻ അത് നിർവഹിക്കും, കേന്ദ്ര നേതൃത്വത്തോട് ഞാൻ വിധേയപ്പെടും എന്നല്ലേ ശ്രീ AK ശശീന്ദ്രൻ പറഞ്ഞത്. എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും സ്ഥാനാർത്ഥിയാകാൻ ശ്രീ AK ശശീന്ദ്രൻ ശ്രമിച്ചത് എന്തുകൊണ്ടാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരുപക്ഷെ രാഷ്ട്രീയ പാർട്ടിയെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചോ എന്നുള്ള കാര്യത്തെക്കുറിച്ചും എനിക്ക് അറിയില്ല. കാരണം അറിയാത്ത കാര്യങ്ങൾ പറയാൻ പാടില്ല എന്നല്ലേ. ഒരിക്കലെങ്കിലും ആർക്കെങ്കിലും വഴിമാറിക്കൊടുക്കാൻ ശ്രീ AK ശശീന്ദ്രൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും അദ്ദേഹം എലത്തൂർ നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകാൻ വരുമായിരുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് അടുപ്പമുണ്ടായിരുന്നുവെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നിയോജക മണ്ഡലം നഷ്ടപ്പെടരുത് എന്ന
നിർബന്ധമുണ്ടായിരുന്നുവെങ്കിൽ, ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിൽ AK ശശീന്ദ്രൻ എന്ന നേതാവ് എലത്തൂർ നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകുമായിരുന്നില്ല. സ്ഥാനാർത്ഥിയായാൽ AK ശശീന്ദ്രൻ തോൽക്കും എന്ന് ജനങ്ങൾ വിധി എഴുതിയപ്പോൾ അത് ഒരു വ്യക്തിക്ക് നേരെയുള്ള വിധിയെഴുത്തായിരുന്നു. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന പ്രസ്ഥാനത്തിനേറ്റ തകർച്ചയ്ക്ക് പ്രധാന ഉത്തരവാദി ഈ സ്ഥാനാർത്ഥിയായിരുന്നു എന്നുള്ളത് പകൽ പോലെ സത്യമല്ലേ? എന്നിട്ടും ഇപ്പോൾ അദ്ദേഹം പറയുന്നത് കേട്ടാൽ നമ്മൾ ചിരിച്ചു പോകും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തോടൊപ്പം പ്രവർത്തിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എലത്തൂർ നിയോജക മണ്ഡലത്തിൽ ഏറ്റ കനത്ത തിരിച്ചടി സ്ഥാനാർത്ഥി നിർണയത്തിലെ പോരായ്മയാണ് എന്ന് മനസ്സിലാക്കാൻ ഇലക്ഷന് ശേഷം ഫലപ്രഖ്യാപനം വേണ്ടി വന്നു എന്നുള്ളത് ഒരു നേതാവിൻ്റെ ഏറ്റവും വലിയ അപജയമല്ലേ? ഇത് മുൻകൂട്ടി കാണാനും ദീർഘവീക്ഷണത്തോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കി ഔചിത്യ ബോധത്തോടുകൂടി പെരുമാറാനും ശ്രീ AK ശശീന്ദ്രൻ എന്ന നേതാവിന് കഴിഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ മണ്ഡലം ഇടതുപക്ഷത്തോടൊപ്പം നിന്നേനെ. എല്ലാ അർത്ഥത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ എലത്തൂർ നിയോജക മണ്ഡലത്തിൽ തകർച്ചയിലേക്ക് തള്ളിവിട്ട പ്രധാന വ്യക്തി ശ്രീ AK ശശീന്ദ്രനാണ് എന്നിരിക്കെ ഇപ്പോൾ അദ്ദേഹം പറയുന്നത് കേന്ദ്ര നേതൃത്വത്തിന് പാളിച്ച പറ്റി എന്നാണ്. സ്ഥാനാർത്ഥി നിർണയത്തിൽ കേന്ദ്ര നേതൃത്വത്തിന് പാളിച്ച പറ്റിയെന്ന്. കേന്ദ്ര നേതൃത്വത്തിന് പാളിച്ച പറ്റിയെങ്കിൽ അത് തിരിച്ചറിയാനുള്ള കഴിവ് ശ്രീ AK ശശീന്ദ്രൻ ഉണ്ടാവേണ്ടതായിരുന്നില്ലേ? എന്തുകൊണ്ട് ആ പക്വത കാണിച്ചില്ല? മാറി നിൽക്കാൻ എന്തുകൊണ്ട് ശ്രമിച്ചില്ല? മറ്റാരെങ്കിലും സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ ഇന്ന് ഈ മണ്ഡലം LDFിനൊപ്പം നിന്നേനെ. എത്ര വയ്യാതായാലും പ്രായം ഒരു പ്രശ്നമല്ല, മത്സരിക്കുന്നതിന് പ്രായം ഒരു പ്രശ്നമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പ്രായം പ്രശ്നമല്ല എന്ന് ശ്രീ AK ശശീന്ദ്രൻ പറയുമ്പോൾ പോലും കൂടെ നടക്കുന്ന അണികളിൽ പലരും ഒരുപക്ഷെ ഈ മണ്ഡലത്തിൽ AK ശശീന്ദ്രൻ തോൽക്കും എന്ന് വിധി എഴുതിയവരാണ്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടുള്ള നിഷേധ നിലപാട് കൊണ്ടായിരുന്നില്ല. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നും ജനങ്ങളോടൊപ്പം നിൽക്കുന്ന പ്രസ്ഥാനമാണ് എന്ന് ബോധ്യമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അതിൽ ചില വ്യക്തികൾ കാണിക്കുന്ന ധാർഷ്ട്യവും അഹന്തയുമൊക്കെ പാർട്ടിയെ പല രീതിയിലും ബാധിക്കും എന്ന് മനസ്സിലാക്കാൻ കഴിവില്ലാതെ പോകുന്ന നേതാക്കളാണ് പാർട്ടിയുടെ ഏറ്റവും വലിയ ശാപം എന്ന് തിരിച്ചറിവ് രാഷ്ട്രീയ നേതൃത്വത്തിനുണ്ടാകണം. ഒരു പാർട്ടിയിൽ നിന്ന് വിജയിച്ച് ആ പ്രസ്ഥാനത്തോടൊപ്പം ഒരുപാട് കാലം പ്രവർത്തിച്ച ഒരു വ്യക്തി പെട്ടെന്ന് ഒരു ദിവസം NCP എന്ന പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്തു പോകുമ്പോൾ പറയുന്ന ന്യായം കേട്ടാൽ നമ്മൾ ഞെട്ടലോടെ കേൾക്കുകയേ ഉള്ളൂ. കേന്ദ്ര നേതൃത്വം NDAക്കൊപ്പം പോകാൻ പോകുന്നു എന്നാണ് ശ്രീ AK ശശീന്ദ്രൻ പറഞ്ഞത്. പോയി എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? പോകുന്നു എന്നൊരു ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ഇപ്പോൾ AK ശശീന്ദ്രൻ പറയുന്നത്. ഈ ദീർഘവീക്ഷണം ഇദ്ദേഹം ഇവിടെ സ്ഥാനാർത്ഥിയാകുമ്പോൾ എന്തുകൊണ്ട് കാണിച്ചില്ല? NDAക്കൊപ്പം പോയി എങ്കിൽ നമുക്ക് പറയാമായിരുന്നു അദ്ദേഹം ചെയ്തത് ശരിയാണ്, ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കാനാണ് അദ്ദേഹത്തിന് താല്പര്യം, അതിനെ അംഗീകരിക്കാമായിരുന്നു. പക്ഷേ കേന്ദ്രത്തിലാരും NDAക്കൊപ്പം പോയിട്ടില്ല. കേരളത്തിൽ LDFിനൊപ്പം നിൽക്കുന്ന NCP പ്രസ്ഥാനമുണ്ട്. എന്നിട്ടും പുറത്തു പോകണമെങ്കിൽ അതിൽ എന്താണ് ശ്രീ AK ശശീന്ദ്രൻ ലക്ഷ്യമിടുന്നത്? യുവാക്കളെ ആകർഷിക്കാനാണോ? അതല്ല പുതിയൊരു രാഷ്ട്രീയ പാർട്ടി രൂപവൽക്കരിച്ച് അവിടെ നേതാവായി നിൽക്കാം എന്ന ആഗ്രഹം കൊണ്ടാണോ? എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല. അതുമല്ലെങ്കിൽ ഒരുപക്ഷെ ഇടതുപക്ഷ പ്രസ്ഥാനത്തോടൊപ്പം നിൽക്കാനാണ് എനിക്ക് താല്പര്യം എന്ന് പറഞ്ഞ് CPM എന്ന പ്രസ്ഥാനത്തോടൊപ്പം ചേരാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നുവെങ്കിൽ നമുക്ക് ചെറിയ രീതിയിലെങ്കിലും അംഗീകരിക്കാൻ സാധിക്കുമായിരുന്നു. കാരണം വലിയൊരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കാനാണ്, യുവാക്കളോടൊപ്പം പ്രവർത്തിക്കാനാണ് എനിക്ക് താല്പര്യം എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഒരുപാട് യുവാക്കൾ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് CPM എന്നുള്ള
രാഷ്ട്രീയ പാർട്ടി. ആ പ്രസ്ഥാനത്തോടൊപ്പം യുവാക്കൾക്കൊപ്പം പ്രവർത്തിക്കാൻ ശ്രീ A.K. ശശീന്ദ്രന് കഴിയുമായിരുന്നില്ലേ? എന്തുകൊണ്ടാണ് പുതിയൊരു രാഷ്ട്രീയ പാർട്ടി എന്ന ചിന്തയിലേക്ക് ഇദ്ദേഹം വഴിമാറിയത്? നമുക്കൊക്കെ ചിന്തിച്ചാൽ വ്യക്തമാകുന്ന ഒരു കാര്യം, അവിടെയും അധികാരത്തിൻ്റെ നേതൃസ്ഥാനം എനിക്ക് വേണം എന്നുള്ള ഒരു തോന്നലായിരിക്കില്ലേ? ഇവിടെ രാഷ്ട്രീയ മൂല്യങ്ങളെക്കാളേറെ വ്യക്തി താല്പര്യങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കുമ്പോൾ അവിടെ രാഷ്ട്രീയ നേതാവ് ഉണ്ടാവുന്നില്ല എന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകേണ്ടിയിരിക്കുന്നു. രാഷ്ട്രീയ പാർട്ടിയാണ് പ്രധാനം എന്ന ഈ അടുത്ത കാലത്ത് സുപ്രീം കോടതി നിരീക്ഷണം പോലും ഇതോടൊപ്പം നമുക്ക് കൂട്ടി വായിക്കേണ്ടതുണ്ട്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ചതിക്കാൻ, ആ നിലപാടുകൾക്കെതിരെ പലതും പറഞ്ഞ് പുറത്തു പോകാൻ തീർച്ചയായും ഇങ്ങനെ നേതാക്കൾക്ക് സാധിക്കുന്നുവെങ്കിൽ ഇവരൊക്കെ നടത്തിയ രാഷ്ട്രീയ പ്രവർത്തനം എന്തായിരുന്നു എന്നതിൽ നമുക്കൊക്കെ സംശയം തോന്നേണ്ടതല്ലേ? ഒരുപാട് തർക്കങ്ങളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും പോയി സ്ഥാനാർത്ഥിയായതിനു ശേഷം വലിയൊരു തിരിച്ചടി നേരിട്ടപ്പോൾ ബോധോദയമുണ്ടായി എന്ന് വേണം നമുക്ക് കരുതാൻ. യുവാക്കളെ ആകർഷിക്കാനുള്ള ബോധോദയം. പക്ഷേ നമ്മുടെ നാട്ടിൽ യുവാക്കൾക്ക് വിവരമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്. അവർക്ക് വിവേക ബുദ്ധിയോടെ കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഈ യുവാക്കളടക്കമുള്ള നമ്മുടെ നാട്ടിലെ, നമ്മുടെ നിയോജക മണ്ഡലത്തിലെ വോട്ടർമാരാണ് ശ്രീ A.K. ശശീന്ദ്രൻ എന്ന വ്യക്തിക്കെതിരെ വോട്ട് ചെയ്തത് എന്ന കാര്യം നമ്മൾ മറന്നുകൂടാ. അത് ഒരു പ്രസ്ഥാനത്തെ തകർക്കാനായിരുന്നില്ല എന്നുകൂടി നമുക്ക് കൂട്ടി വായിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള യുവാക്കൾ ഇങ്ങനെയൊരു ആകർഷണത്തിൽ വീണുപോകും എന്നൊരു തെറ്റിദ്ധാരണയൊന്നും എനിക്കില്ല. എവിടെയാണ് തെറ്റുപറ്റിയത് എന്ന് സ്വയം മനസ്സിലാക്കാനും ഞാനായിരുന്നു ഈ പരാജയത്തിൻ്റെ ഉത്തരവാദി എന്ന് തിരിച്ചറിയാനും വേണ്ടി വന്ന സമയത്തെക്കുറിച്ച് നമുക്കറിയാവുന്നതല്ലേ? പല രീതിയിൽ മാറ്റിപ്പറഞ്ഞ് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കി പ്രവർത്തിക്കാൻ ശ്രീ A.K. ശശീന്ദ്രനോളം കഴിവ് മറ്റൊരു നേതാവിനുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ ഒരു തെരഞ്ഞെടുപ്പ് പല കാര്യങ്ങളും ജനങ്ങളെ ബോധ്യപ്പെടുത്തി എന്ന് എനിക്കറിയാം. അത് പ്രത്യേകിച്ച് എലത്തൂർ നിയോജക മണ്ഡലം എന്ന രീതിയിൽ ശ്രീ A.K. ശശീന്ദ്രൻ പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നു എന്ന വാർത്ത കേട്ടപ്പോൾ തോന്നിയ കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ. ഒരുപാട് വർഷത്തെ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ടും അനുഭവ സമ്പത്ത് കൊണ്ടും ഒരു നല്ല നേതാവ് ജനിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുക. എത്ര വർഷം രാഷ്ട്രീയ പ്രവർത്തനം നടത്തി എന്നുള്ളതല്ല, എങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി എന്നുള്ളതായിരിക്കണം ഒരു യഥാർത്ഥ നേതാവിനെ കണ്ടെത്തുന്നതിനുള്ള മാനദണ്ഡമാക്കി മാറ്റേണ്ടത് എന്ന് തിരിച്ചറിയുക. തിരുത്തേണ്ടത് തിരുത്തുക, നല്ല നേതൃത്വത്തിനു വേണ്ടി ശ്രമിക്കുക. ഇത്രയേ നമുക്ക് പറയാൻ സാധിക്കൂ.